ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മുതൽ എമ്പുരാന്റെ റീസെൻസർ പതിപ്പാണല്ലോ തിയേറ്ററുകളിലെ പ്രദർശനത്തിനായിട്ട് എത്തുന്നത്. ഇന്നുൾപ്പെടെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് 3 മണിക്കൂർ ഡ്യൂറേഷനാണ് ഉള്ളതെങ്കിൽ റീസെൻസർ പതിപ്പിന്റെ കൃത്യമായ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം എമ്പുരാന്റെ റീസെൻസർ പതിപ്പിന് 177 മിനിറ്റ് 44 സെക്കൻഡാണ് ഡ്യൂറേഷൻ. അതായത് 2 മണിക്കൂർ 57 മിനിറ്റിൽ പരമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ച പോലെ ഒരുപാട് രംഗങ്ങളൊന്നും തന്നെ സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് പോകുന്നില്ല. സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം എമ്പുരാന്റെ പുതിയ പതിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ റെസ്പോൺസിനായിട്ട്. എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രതീക്ഷ ലെവൽ ആദ്യ അഭിപ്രായങ്ങളൊന്നും തന്നെ പുറത്തു വരാത്ത സിനിമയായിരുന്നിട്ട് പോലും സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം വേറെ ലെവലിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ നമ്മുടെ മലയാളം സിനിമകളോടല്ല നിലവിൽ താരതമ്യം ചെയ്യേണ്ടത് അന്യഭാഷാ സിനിമകളെയാണ്. ഇതിനോടൊപ്പം തന്നെ പല അന്യഭാഷാ സിനിമകളെ, പ്രത്യേകിച്ച് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ വിവിധ സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് എമ്പുരാൻ മറികടന്നുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ സിനിമകളുടെ, തമിഴ് സിനിമകളുടെ ഫൈനൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാനോടൊപ്പം നേരത്തെ ഒരു സമയത്ത് പ്രൊഡക്ഷൻ ഹൗസിൽ ഭാഗമായിരുന്ന ലൈക്ക പ്രൊഡക്ഷന്റെ 2 സിനിമകളാണ് വിടാമുയർച്ചി, ഇന്ത്യൻ 2. ഇതിൽ ഏറ്റവും അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ വിടാമുയർച്ചയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 140 കോടിയിൽ താഴെയാണ്. ഇപ്പോഴത്തെ ആ അജിത് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എമ്പുരാൻ മറികടന്നിരിക്കുന്നു. അതേസമയം കമലഹാസന്റെ വൻ പ്രതീക്ഷകളോട് തിയേറ്ററുകളിലേക്ക് എത്തി വൻ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്ത ഇന്ത്യൻ 2വിന്റെ ഫൈനൽ കളക്ഷനായ 156 കോടിയോളം കളക്ഷനും എമ്പുരാൻ ഇന്നത്തെ കളക്ഷൻ കൊണ്ട് മറികടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ കങ്കുവ എന്ന സൂര്യയുടെ പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നല്ലോ നേടിയെടുത്തത്. ആ കളക്ഷനും എമ്പുരാൻ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ തമിഴ് സിനിമകളുടെ ഇതുപോലെ എമ്പുരാനും വലിയ പ്രതീക്ഷകളോട് തിയേറ്ററുകളിലേക്ക് എത്തി ആ ലെവലിലേക്ക് എത്തപ്പെടാനാവാതെ പോയ സിനിമയാണല്ലോ. എന്നിട്ടും സിനിമ വെറും 4 ദിവസങ്ങൾ കൊണ്ട് ആദ്യ വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് തന്നെ 150 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ പവറാണ് സിനിമയുടേതെന്ന് നിസ്സംശയം പറയാം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ഇന്നത്തോടെ 175 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ അടുത്ത മൈൽ സ്റ്റോൺ നേട്ടമായ 200 കോടിയിലേക്കും സിനിമ അടുത്ത 1-2 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ആ വാർത്ത കേൾക്കുവാനായിട്ട്.